ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായ നിരവധി ആളുകളുള്ളപ്പോൾ ഒരിക്കലും ഈ നാടിനെ തകർക്കാനോ ഈ രാജ്യത്തെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനോ കഴിയില്ല. കാരണം അവരുടെ ജീവൻ കൊടുത്തും ഈ രാജ്യത്തിൻ്റെ പവിത്രതയെയും ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും കാത്തുരക്ഷിച്ചിരിക്കും. അതവരുടെ ഈ രാജ്യത്തോടുള്ള കടമയാണ്. ജന്മം കൊണ്ട് ഈ രാജ്യത്തിന്റെ പൗരത്വം പേറിയ ആളുകൾക്ക് ലഭിക്കുന്ന ഈ രാജ്യത്തോടുള്ള കൂറ് പുലർത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നാനാഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള കുടിലതന്ത്രങ്ങൾ മെനയുന്ന ഒരു വിഭാഗം ഇസ്ലാം മത വിശ്വാസികൾ അരങ്ങുവാഴുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ തയ്യാറായേ മതിയാകും. ഇന്നലെ വരെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചവർ ഇന്നൊരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാനും ആ കുടുംബത്തിന്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് അവരുടെ തിണ്ണ നിരങ്ങാനും മടിയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഈ രാജ്യത്തിന്റെ ഭാഗമായി നിന്നവർ, ഈ രാജ്യത്തെ ഒരുമിച്ച് നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ സ്ഥാനമോഹികളും അധികാരമോഹികളും പോപ്പുലാരിറ്റി മോഹിച്ച ആളുകളുമൊക്കെ ഈ രൂപത്തിൽ രാജ്യവിരുദ്ധരുമായി കൈകോർത്ത് പൊട്ടിച്ചിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ നോക്കി പല്ലിളിക്കുന്ന സാഹചര്യമാണ് ചില വാര്യർമാരിലൂടെ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഭാരതാംബയുടെ ചിത്രം 3 മദ്രസ വിദ്യാർത്ഥികൾ കൊത്തിക്കീറുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം ആ വാർത്തയെ മുക്കാനും മറക്കുന്നില്ല. എന്നാലും ഈ രാജ്യത്തെ സേവിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്ന നിലയ്ക്ക് നമുക്ക് ആ വിഷയത്തോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് പത്മജ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ മാതിരി ഞാൻ കുറച്ച് ദിവസമായിട്ട് H1N1 പനിയായിട്ട് കിടക്കുകയായിരുന്നു. എൻ്റെ സൗണ്ട് എല്ലാം പോയിരുന്നു. ഇപ്പോൾ 4-5 ദിവസമായിട്ടുള്ള എനിക്ക് സംസാരിക്കാനുള്ളൊരു ആരോഗ്യത്തിലേക്ക് ഞാൻ വന്നത്. എന്നിട്ടും അതിനിടയ്ക്ക് ഒരു സോടി ഞാൻ പാലക്കാട് വന്നു. അവിടുത്തെ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെ മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് രാഷ്ട്രീയമല്ല, എൻ്റെ വ്യക്തിപരമായ സങ്കടമാണ് ഞാൻ പറഞ്ഞത്. എത്രയോ വലിയ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിട്ടും എൻ്റെ ഏറ്റവും വലിയ സങ്കടം, അവരെല്ലാം അമ്മയുടെ മക്കളെ പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാനുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തടഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അടുത്ത കാലത്തും കൂടി പറഞ്ഞു, അമ്മയെ പറയരുത്, അവർ കോൺഗ്രസ്സുകാരുടെ അമ്മയാണ്. അത് ഞാൻ തിരുത്തുന്നു. കോൺഗ്രസ്സുകാരെ മാത്രം അമ്മയായിരുന്നില്ല എൻ്റെ അമ്മ. അമ്മയ്ക്ക് പാർട്ടിയോ ജാതിയോ മതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആര് വന്നാലും അവരെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ ഭാരതാംബയെ കുത്തിക്കീറാൻ മടിയില്ലാത്ത വിഭാഗം പത്മജയുടെ അമ്മയെ പറഞ്ഞതിന് എന്തത്ഭുതം. ആരുടെ അമ്മയെയും പറയും, പെങ്ങളെയും പറയും. യാതൊരു മടിയുമില്ല അവർക്ക് എന്ത് പറയാനും, ആരെ കുറിച്ച് പറയാനും. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും അമ്മേനെ അക്കാര്യത്തിൽ ഒരു വാക്ക് പോലും കുറ്റം പറയില്ല. അവരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മേനെ പറ്റി പറയുമ്പോൾ ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ നെഞ്ച് പൊട്ടുന്നുണ്ട്. ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല. ശരി, ഇങ്ങനെയൊന്നും പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ MLA ആയിട്ട് വേണ്ടത്? അതേപോലെ എനിക്ക് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത്, ഷാഫി ഇത് കോൺഗ്രസ് ആണ്. ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല. ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. അത് കണ്ടു വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ മാതിരി പാർട്ടി ഉണ്ടാക്കിയ K കരുണാകരനെ മുന്നിന്നും പിന്നിന്നും കുത്തി പാർട്ടിയിൽ നിന്ന് ഓടിച്ചവരാണ് പലരും. പാലക്കാട് രാഹുൽ ജയിക്കും എന്നെന്തോ ഒരു ഭാവം വന്നുപോയി. ചിലപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ സന്ദീപ് ഹജ്ജിയാരായിരിക്കും. അതുകൊണ്ട് ആരുടെ മെക്കിട്ടും കയറാനുള്ള ലൈസൻസായി ഒരു ധാർഷ്ട്യം അയാൾക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഒരിക്കലും അണികൾ അത് ചെയ്യില്ല. അവരിപ്പോഴും ഞാൻ ഈ പ്രസ്ഥാനത്ത് മാറിയിട്ട് പോലും പലരും എന്നെ വിളിച്ച് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള കുറേ നേതാക്കന്മാർ അവര് ഈ പറഞ്ഞ മാതിരി എല്ലാവരും സീനിയേഴ്സിനൊക്കെ ഒതുക്കി നിർത്തി അവർക്കൊന്നും ഒരു അധികാരം കൊടുക്കാണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഷാഫി എന്ത് വൃത്തികേടാണ് ഈ 1.5 ദിവസത്തിന് മുമ്പ് ചെയ്തത്. ഇത് 1 മാസം മുമ്പ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ചീത്ത പറഞ്ഞ ആളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ കോൺഗ്രസിന്റെ എനിക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടി
അവരൊക്കെ പറഞ്ഞിട്ടുള്ള ചീത്ത എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർക്ക് കേട്ട അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്തകളാണ് സന്ദീപ്. അവര് രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയമല്ലേ കണ്ടും കേട്ടും അവർ വളരുന്നത്. അവരുടെ വീട്ടിൽ അവരുടെ അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും ഏത് രൂപത്തിലാണ് അവർ ബഹുമാനിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സ്വന്തം അമ്മയെ പറഞ്ഞാൽ, പെറ്റ തള്ളയെ പറഞ്ഞാൽ ലോകത്തൊരാളും ക്ഷമിക്കില്ല. പക്ഷെ തള്ളയെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ചില ജന്മങ്ങളുമുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ അമ്മയെ പറയുന്നത് പോലെ തന്നെയാണ് ആരാൻ്റെ അമ്മയെയും പറയുന്നത്. അവർക്ക് പ്രശ്നമില്ല. സ്വന്തം അമ്മയുടെ നെഞ്ചിലും കത്തിയിറക്കാൻ മടിയില്ലാത്തവർ നമുക്ക് ജന്മം നൽകിയ ഭാരതാംബയുടെ നെഞ്ചിലും കത്തിയിറക്കും. പറഞ്ഞത് അതപ്പോ ഒരു ദിവസം കൊണ്ട് മറക്കാൻ അവർക്ക് കഴിഞ്ഞു. പിന്നെ ആരായി സന്ദീപ് വാര്യർ? അദ്ദേഹം ഇന്നലെ വരുന്ന വരവ് കണ്ടപ്പം എനിക്ക് വന്നത് MLA MP ഒക്കെയാണ് കൂടെ വരുന്നത്. അവർക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? സന്ദീപ് വാര്യർക്ക് എസ്കോട്ടും പൈലറ്റും പോകാനാണോ ജനങ്ങൾ അവരെ ജയിപ്പിച്ചു വിട്ടത്? അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും നേതാക്കൾ നമ്മുടെ ഹാജിയാരെ ഒന്ന് അപമാനിക്കട്ടെ, നിന്ദിക്കട്ടെ, അവിടെ നിന്നും നമ്മുടെ സുധീർ ഹവാദ്യാർ നിന്ന് കരയുന്നത് കാണാം. ഹാജിയാർക്ക് അവിടെയും നിലയുറപ്പിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ മുരളീധരൻ നല്ല ഡോസ് കൊടുത്തു. പിന്നീട് അടുത്ത ദിവസം ഉളുപ്പില്ലാതെ മുരളീധരൻ്റെ കൂടെ വന്ന് പ്രസ് മീറ്റിംഗ് ഇരിക്കുന്നതും കണ്ടു. അതെ, നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരു ആല് മുളച്ചാൽ അതും അവനെന്നും ഒരു തണലാണ്. നിങ്ങൾ കണ്ടോളൂ. എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഷാഫിയെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഷാഫിയൊക്കെ മനസ്സിലാക്കണം, കുറെ ദൂരം പിന്നിലേക്ക് പോകണം. അതുകൊണ്ട് അതിലേക്ക് ഒന്നും ഞാൻ കിടക്കണില്ല. എനിക്ക് ആരും വ്യക്തിപരമായി പറയാൻ ഇഷ്ടമല്ല. അത് ഒക്കെ പാലക്കാടത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോയ കേരളം എവിടെ എത്തും? നിങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കുക. നല്ല ഒരു ചോദ്യമാണത്. നമ്മൾ പലപ്പോഴും പല ആളുകളുടെയും നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്, കല്യാണിക്കുട്ടിയമ്മയുടെ ഒരു ചായ, അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങി കഴിക്കാതെ ആ വീട്ടിൽ വന്നിട്ട് പടിയിറങ്ങിയ ആളുകൾ വിരളമാണെന്ന്. ഒരിക്കലും ആ വീട്ടിൻ്റെ നടയിൽ നിന്ന് വെറും വയറുമായി പോയിരുന്ന ഒറ്റ കോൺഗ്രസ്സുകാരനും ഒരു കാലത്തുണ്ടായിരുന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ അമ്മയെ ഇത്രയും മോശമായി തെറിവാക്കുകൾ പറയാൻ, ഇത്രയും മോശമായ രൂപത്തിൽ അപമാനിക്കാൻ, ഉടുമുണ്ട് വലിച്ചുരിയാൻ സ്വന്തം അമ്മയോട് അങ്ങനെ ചെയ്യുന്നവന് മാത്രമേ പറ്റൂ. ഒരാളും അവരെക്കുറിച്ച് മോശമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എതിർ പാർട്ടിക്കാർ പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവൻ്റെ കൂടെ ചിരിച്ചുകൊണ്ടിരിക്കാൻ കെ മുരളീധരന് കഴിയുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുരളീധരൻ്റെ അമ്മ തന്നെയാണോ ഇത്? അതോ പത്മജയുടെ മാത്രം അമ്മയാണോ? കരുണാകരൻ്റെ മകളാണോ നീ എന്ന് പത്മജയോട് ചോദിച്ചു ആളുകൾ അന്ന്. ഇന്ന് നമ്മളത് തിരിച്ചു ചോദിക്കേണ്ടി വരിക. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് മുരളീധരൻ. സ്വന്തം അമ്മയെ കണ്ടവനിങ്ങനെ പിച്ചിക്കീറുന്നത് കണ്ടിട്ട് എളിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഈ ചുരളീധരനൊക്കെ ലോകത്തിന് അപമാനമല്ലേ? നന്ദി.